ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നൊരു ഹാഫ് ബർത്ത്ഡേ കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിനായിട്ടൊരു ടെഡി ബെയർ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഫോണ്ടൻ്റ് എടുത്തിട്ട് അതിലേക്ക് തൈലസ് പൗഡറും കോൺഫ്ലോറും കൂടി മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ തൈലസ് പൗഡർ ചേർക്കുമ്പോൾ നമുക്ക് ഫോണ്ടൻ്റ് പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത്. അപ്പോൾ അതിന് അളവൊന്നുമില്ല, നമുക്ക് ചേർക്കുമ്പോൾ അത് മനസ്സിലാവും. അത് കുറച്ചൊന്ന് ഹാർഡായിട്ട് വരും. കൂടുതലായി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പൊട്ടിപ്പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് നമുക്ക് തൈലസ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ടെഡി ബെയറിൻ്റെ കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ബ്ലാക്ക് കളറും അതേപോലെ റെഡും യെല്ലോയും കൂടി മിക്സ് ചെയ്തപ്പോഴാണ് ഈ ഒരു കളർ കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ആ ഒരു ഷേപ്പ് നമുക്ക് ആക്കിയെടുക്കാം. ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്തെടുത്താൽ മതി. ആദ്യം താഴ്ഭാഗത്തുള്ളത് ഒന്ന് നമുക്ക് കൈ വെച്ച് തന്നെ ഷേപ്പ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഹെഡ് പാർട്ടൊക്കെ ചെയ്തെടുക്കുക. അങ്ങനെ കൈയും കാലൊക്കെ ഇതേപോലെ ഷേപ്പാക്കി കഴിഞ്ഞാൽ അത് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് വെള്ളം തട്ടു കൊടുക്കുക, അല്ലെങ്കിൽ എഡിബിൾ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്താലും മതി. ഇപ്പോൾ ഇവിടെ വെള്ളം ചേർത്തിട്ടാണ് ഇത് ഒട്ടിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ഏകദേശം ഒരു ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഡ്രൈ ആക്കാൻ വേണ്ടി ഒരു ബോക്സിലേക്ക് ആക്കി വെക്കാം. അപ്പോൾ ഇവിടെ കേക്ക് ചെയ്തിരിക്കുന്നത് 1 kg വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ്. അപ്പോൾ അതിനായിട്ട് 4 മുട്ടയും 1 കപ്പ് മൈദയും വരുന്ന രീതിയിൽ 2 6-inch പാനിലായിട്ട് ബേക്ക് ചെയ്തിട്ട് കേക്കിനെ നേരെ ഹാഫാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കേക്കൊക്കെ ഇവിടെ ഐസിങ് ചെയ്ത് നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ നടുവിലായിട്ടൊരു സപ്പോർട്ടിന് വേണ്ടി 2-3 സ്റ്റിക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ബേസിൻ്റെ സൈഡിലേക്കാക്കാതെ കുറച്ച് മുന്നോട്ടേക്കാക്കിയിട്ട് വേണം ഈ ഒരു കേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ കേക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് മറിഞ്ഞ് വീഴാൻ വേണ്ടിയിട്ടൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ ക്രം കോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുക്കാം. അതിനുശേഷം ഫൈനൽ കോട്ടും കൂടി ചെയ്തെടുക്കാം. കേക്ക് ഇവിടെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഡെലിവറി ചെയ്യുന്നതിന് തൊട്ട് മുന്നായിട്ട് ഫോണിൻ്റെ ഡെക്കറേഷൻസ് ഒക്കെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇവിടെ കുറച്ച് ക്ലൗഡ്സും സ്റ്റാർസും അതുപോലെ ഒരു ഏണിയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പുറത്ത് ഡ്രൈ ആയതിനു ശേഷം ബാക്ക് സൈഡിലായിട്ട് കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇനി ഓരോന്നായിട്ട് കേക്കിൽ വെച്ച് കൊടുക്കാം. ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ
ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.